ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു. സംസ്കാരം സ്വയം താഴ്ന്ന് സന്തോഷം കണ്ടെത്തുന്നു. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. നിങ്ങൾ നേരിട്ട വഞ്ചനകൾ നിങ്ങളെ കൂടുതൽ വിവേകം ഉള്ളവരാക്കുന്നു. നിങ്ങൾ അനുഭവിച്ച നിരാശകൾ നിങ്ങളെ കൂടുതൽ വിദഗ്ധരാക്കുന്നു. നിങ്ങൾ ആർജിക്കുന്ന അനുഭവജ്ഞാനം നിങ്ങളെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കുന്നു. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. തുടക്കം അത് ഇന്നിൽ നിന്നാവണം. നാളെയാകുമ്പോൾ വീണ്ടും അത് നാളത്തേക്ക് മാറ്റപ്പെടും. ഒരു കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മുൻപിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും. മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും. ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നതുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത്. കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ്. കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കും അത്. ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകളെടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറു കനലുണ്ടെങ്കിൽ അത് തീയായി പടർത്തുവാൻ നിമിഷങ്ങൾ വേണ്ട. സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല. കാരണം അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. മനുഷ്യൻ അവനവൻ ആയിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഒന്നുകിൽ പട്ടം പോലെ ഉയർന്നു പറക്കുക, അല്ലെങ്കിൽ തുലാസ് പോലെ താഴ്ന്നു കൊടുക്കുക. രണ്ടും ജീവിതത്തിന് മൂല്യം നൽകും. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ നിങ്ങൾക്കിതൊക്കെ നിശ്ചയമായും തിരികെ ലഭിക്കും. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല. മൗനമാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരവും. നമ്മൾ നേടിയ വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. മാറ്റം നല്ലതാണ്. അത് പക്ഷേ നിഴൽ പോലെ കൂടെ നിന്നവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടാവരുത്. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത്, അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുവാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത്. അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും.
അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല.